ജീവൻ്റെ വചനം ഏപ്രിൽ 2025. നമുക്ക് ദൈവത്തിൻ്റെ വരദാനങ്ങൾ കണ്ടെത്തുവാൻ ശ്രമിക്കാം. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഏശയ്യാ 43:19. ഇസ്രായേൽ ജനം ഈജിപ്തുകാരുടെ അടിമകളായിരുന്ന കാലത്ത് മോശയോട് ദൈവം സംസാരിച്ചു. മോശ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ഇസ്രായേൽക്കാരെ ഈജിപ്ത് വിട്ടു പോകാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കാരണം ഫറവോ അവരെ അടിമകളാക്കി ഭാരിച്ച ജോലിയാണ് അവർക്ക് നൽകിയിരുന്നത്. അതിനാൽ ഇസ്രായേൽക്കാർ പോയപ്പോൾ ഈജിപ്തുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അതിനാൽ ഫറവോയുടെ പടയാളികൾ ഇസ്രായേൽക്കാരെ കുതിരപ്പുറത്ത് പിന്തുടർന്നു. അങ്ങനെ ഇസ്രായേൽക്കാർ നടന്ന് ഒരു കടൽ തീരത്തെത്തി. ഫറവോയുടെ ആളുകൾ ഇപ്പോൾ തങ്ങളെ കൊല്ലുമെന്ന് അവർക്ക് തോന്നി. അപ്പോൾ ദൈവം മോശയോട് അവൻ്റെ കയ്യിലുള്ള വടി കടലിൻ്റെ മുകളിലേക്ക് ഉയർത്താൻ പറഞ്ഞു. മോശ വടി ഉയർത്തിയപ്പോൾ കടൽ രണ്ടായി പിളർന്നു. അതുവഴി ഇസ്രായേൽക്കാർ കടൽ കടന്നു. പക്ഷേ അവരെ പിന്തുടർന്ന് പുറകെ വന്ന പടയാളികൾ വെള്ളത്തിൽ മുങ്ങിച്ചത്തു. അങ്ങനെ ഇസ്രായേൽ ജനം കാനാൻ ദേശത്തെത്തി. ഇപ്പോൾ ഇസ്രായേൽ ജനം പൂർണ്ണ സ്വതന്ത്രരാണ്. അവർക്ക് ഭാവിയിലേക്ക് നോക്കുവാൻ കഴിയും. മുന്നോട്ടു പോകാനും അവർക്കായി താൻ ഒരുക്കിയ എല്ലാ സമ്മാനങ്ങളും കണ്ടെത്തുവാനും ദൈവം അവരെ പ്രോത്സാഹിപ്പിച്ചു. ദൈവം നമുക്ക് എല്ലായ്പ്പോഴും പുതിയ അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അവ കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഏശയ്യാ 43:19. ഇനി നമുക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അനുഭവം കേട്ടാലോ? അവൻ പറയുന്നു, ഞങ്ങൾ ഒരു മികച്ച ഗെയിം കളിക്കുകയായിരുന്നു. എൻ്റെ ടീം വളരെയധികം മികച്ചതായിരുന്നു. ഞാൻ ഒരു മികച്ച ഗോൾ നേടാൻ ഒരുങ്ങുമ്പോൾ മറ്റേ ടീമിലെ ഒരംഗം എന്നെ അവൻ്റെ കൈമുട്ടുകൊണ്ട് തട്ടി പന്ത് ദിശ മാറ്റാൻ ശ്രമിച്ചു. എനിക്കാണെങ്കിലോ ദേഷ്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ചു. ഗോൾ നേടുന്നതിൽ നിന്നും അവരെ തടയാൻ അവരുടെ ടീമിലുള്ള എല്ലാ കളിക്കാരുടെയും കൈമുട്ടിൽ തട്ടാൻ ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. പക്ഷേ എന്നാലും ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഗുരുതരമായൊരു തെറ്റാണെന്നും അത് ശരിയല്ലെന്നും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നും എൻ്റെ മനസ്സിൽ തോന്നി. തക്ക സമയത്ത് ദൈവം എനിക്ക് നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധിയും വിവേകവും തന്നു. സ്നേഹത്തോടെ കളിക്കുന്നത് ഞങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുമെന്നും അത് മറ്റേ ടീമിനെ പോലും സന്തോഷിപ്പിക്കുമെന്നും അത് ഞങ്ങൾക്കിടയിൽ വളരെയധികം സമാധാനം സൃഷ്ടിക്കുമെന്നും എനിക്കപ്പോൾ തോന്നി. അതായിരുന്നു എനിക്ക് ഈശോയ്ക്കും മറ്റുള്ളവർക്കും നൽകാൻ ആകെ ഉണ്ടായിരുന്ന ഒരു സമ്മാനം. അതിനാൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ആ കളി അവസാനിപ്പിച്ചത്. ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഏശയ്യാ 43:19. വചനമനുസരിച്ച് നമുക്കും അതുപോലെ ജീവിക്കാം.